പൊതിച്ചോറ് പറയണത് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് മാത്രമല്ല, നമ്മുടെ മെമ്മറീസിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛനോ അമ്മയോ പൊതിച്ചോറ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ട്രെയിനിൽ ദൂരയാത്ര പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊതിച്ചോറ് കിട്ടിയിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പിന്നെ പിന്നാലെ നടന്ന ചോദ്യമാണ്, എങ്ങടാ പോണത്, എപ്പോഴാണ് പോണത്, ഏത് ട്രെയിനിലാണ് പോണത് എന്നൊക്കെ. പിന്നെ ട്രെയിനിൽ കയറി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഈ ഒരു പൊതിച്ചോറ് തുറന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ട്രെയിനിലിരുന്ന് കഴിക്കുന്ന പൊതിച്ചോറിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ എവിടുന്നും പൊതിച്ചോറ് കഴിക്കുമ്പോൾ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോണ സമയത്താണ് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കിട്ടിത്തരിക. അതിങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ ഫ്രണ്ട്സ് എല്ലാവരും കൈയിട്ട് വാരി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതായിരുന്നു പിന്നീടുള്ള പൊതിച്ചോറ് ഓർമ്മ. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ നിന്നുള്ള ഫുഡിൻ്റെ മേന്മയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കുക്കിംഗ് എത്ര സൂപ്പറായിരുന്നു എന്നൊക്കെ തിരിച്ചറിവ് തുടങ്ങിയത്. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല, ഹോസ്റ്റലിൽ വൃത്തിയായിട്ട ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. ആ സമയത്താണ് ദേവദൂതന്മാരെ പോലെ ഡേ സ്കോളേഴ്സ് വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു പൊതി കെട്ടിക്കൊണ്ടുവരും. ആ ഒരു പൊതി എല്ലാവരും കൂടെ വട്ടട്ട് ഇരുന്ന് കൈയിട്ട് വാരി കഴിക്കുമ്പോൾ കിട്ടിയിരുന്നൊരു സുഖമുണ്ട്. ചിലപ്പോഴൊക്കെ ആരെങ്കിലും ഒരാളായിരിക്കും കേട്ടോ ആ ഒരു പൊതിയിൽ നിന്ന് എല്ലാവർക്കും ഉരുള ഉരുട്ടി വായിൽ തരിക. ആ ഒരു ഉരുളയുടെ സ്വാദ് മറ്റൊന്നിനും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു.